ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്യൂട്ടി ബീറ്റ്സ്. എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ്. തുടർന്ന് തന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ മുഖത്തിൻ്റെ ഷേപ്പ് മനസ്സിലാക്കി നമുക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഇയറിങ്സ് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മളുടെ ഫേസിൻ്റെ ഷേപ്പ് എന്താണെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിനായിട്ട് 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നിങ്ങളുടെ മുഖത്തെ ഏറ്റവും വൈഡസ്റ്റ് ആയിട്ടുള്ള ഏരിയ ഏതാണ്. 2, നിങ്ങളുടെ ഫോർഹെഡ്, അതിൻ്റെ ഷേപ്പ്. 3-മത്തത് നിങ്ങളുടെ ജോ ലൈൻ, അതിൻ്റെ ഷേപ്പ്. നിങ്ങളുടെ മുഖത്തിന് ഓവൽ ഷേപ്പാണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ മുഖത്തെ ഏറ്റവും വൈഡസ്റ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഫോർഹെഡ് ഏരിയ ആയിരിക്കും. അതുപോലെ നമ്മൾ ജോ ലൈൻ നോക്കുകയാണെന്നെങ്കിൽ ഒരു കർവ്ഡ് ഷേപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ മുഖത്തിന് നല്ല നീളവും കാണാം. ഓവൽ ഫേസ് ഷേപ്പ് ഉള്ളവർക്ക് ഫേസിന് അധികം നീളമുള്ളത് കൊണ്ട് തന്നെ ലോങ് ആയിട്ടുള്ള ഇയറിങ്സ് അവോയ്ഡ് ചെയ്യുക. സ്റ്റഡ്, ഹൂപ്പ് ഇയറിങ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ ജോ ലൈനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിലുള്ള ഇയറിങ്സ്, ജുംകാസ്, ഇതൊക്കെ ഓവൽ ഫേസ് ഷേപ്പ് ഉള്ളവർക്ക് നല്ലതായിരിക്കും. ഹാർട്ട് ഷേപ്പ് ഫേസ് ഉള്ളവരുടെ മുഖത്തെ ഏറ്റവും വൈഡസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് അവരുടെ ചീക്ക് ബോൺ ഏരിയ ആയിരിക്കും. അതുപോലെ തന്നെ ജോ ലൈനിനേക്കാളും ഒരുപാട് വൈഡർ പാർട്ടായിരിക്കും ഫോർഹെഡ് എന്ന് പറയുന്നത്. ഷേപ്പ് ഫേസ് ഉള്ളവർ ഇയറിങ്സ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലോങ് ആയിട്ട് വന്നിട്ട് അതിൻ്റെ ബോട്ടം പാർട്ട് കുറച്ച് വൈഡായിട്ടുള്ള ഇയറിങ്സ് സെലക്ട് ചെയ്യുക. റൗണ്ട് ഷേപ്പിലൊക്കെ ഉള്ള ഇയറിങ്സ് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ ടിയർ ഡ്രോപ്സ്, ഡാംഗ്ലർ ഇയറിങ്സ്, ഇതെല്ലാം തന്നെ ഹാർട്ട് ഷേപ്പ് ഫേസ് ഉള്ളവർക്ക് വളരെ മാച്ചാണ്. ഡയമണ്ട് ഫേസ് ഷേപ്പ് ഉള്ളവരും ഹാർട്ട് ഷേപ്പ് ഫേസ് ഉള്ളവരും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഒരു ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫോർഹെഡ് ഏരിയയിൽ ഒരു ഹെയർ ലൈൻ ടേപ്പേർഡ് ആയിട്ട് ഇങ്ങനെ കാണും. ബാക്കിയെല്ലാം വൈഡസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ചീക്ക് ബോൺ ഏരിയ ആയിരിക്കും. ഓൾമോസ്റ്റ് ഫോർഹെഡ് ഏരിയയും ജോ ലൈനും ടേപ്പേർഡ് ആയിട്ടായിരിക്കും കാണുന്നത്. ഡയമണ്ട് ഫേസ് ഷേപ്പ് ഉള്ളവർ ഇയറിങ്സ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫോർഹെഡ് ഏരിയയും ജോ ലൈൻ ഏരിയയും കൗണ്ടർ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇയറിങ്സ് ചൂസ് ചെയ്യാൻ. അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് വൈഡായിട്ടുള്ളതും പിന്നെ ഒരു മിനിമൽ ഷേപ്പിലുള്ളതും ബോട്ടം വന്നിട്ട് വൈഡായിട്ടുള്ള ഇയറിങ്സ് ആണ് ചൂസ് ചെയ്യേണ്ടത്. സ്ക്വയർ ഫേസ് ഷേപ്പ് ഉള്ളവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫേസിൻ്റെ ലെങ്തും വിഡ്ത്തും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഫോർഹെഡ് ഏരിയയും ജോ ലൈനും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. പക്ഷേ ജോ ലൈൻ എന്ന് പറയുന്നത് ലെസ് പോയിൻറ്റഡും ആയിരിക്കും. സ്ക്വയർ ഫേസ് ഷേപ്പ് ഉള്ളവർ അധികം സ്റ്റഡ്സ് യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ കർവ്ഡ് അല്ലെങ്കിൽ ജോമെട്രിക്കൽ ആയിട്ടുള്ള എഡ്ജസ് വരുന്ന ഇയറിങ്സ് സെലക്ട് ചെയ്യുക. കൂടാതെ ഡാംഗ്ലർ, മിനിമം ലെങ്തിലുള്ള ഡാംഗ്ലർ ഇയറിങ്സ്, ഹൂപ്പ് ഡ്രോപ്പ് ഇയറിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെയും ഈ സ്ക്വയർ ഷേപ്പ് ഫേസ് ഉള്ളവർക്ക് സ്യൂട്ടാവുന്ന ഇയറിങ്സ് ആണ്. റൗണ്ട് ഫേസ് ഷേപ്പ് ഉള്ളവരുടെ പ്രത്യേകത അവരുടെ ഏറ്റവും വൈഡസ്റ്റ് ആയിട്ടുള്ള ഫേസ് ഏരിയ എന്ന് പറയുന്നത് ചീക്ക് ബോണിൻ്റെ ഏരിയ ആയിരിക്കും. ഫോർഹെഡിനും കർവ്ഡ് ഷേപ്പായിരിക്കും. അവരുടെ ജോ ലൈനും ഒരു കർവ്ഡ് ഷേപ്പായിരിക്കും. രണ്ടും ഓൾമോസ്റ്റ് വിഡ്ത്തും ലെങ്തും എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. റൗണ്ട് ഫേസ് ഷേപ്പുള്ളവർ അവരുടെ ഫേസിൻ്റെ ഷേപ്പിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിലുള്ള ലോങ് ആയിട്ടുള്ള ഇയറിങ്സ് ചൂസ് ചെയ്യുക. ഡാംഗ്ലർ ഇയറിങ്സ്, ടിയർ ഡ്രോപ്സ് ഇയറിങ്സ്, അതുപോലെ തന്നെ നല്ല ലെങ്ത് ആയിട്ടുള്ള നല്ല ലോങ് ആയിട്ടുള്ള ഇയറിങ്സ് സെലക്ട് ചെയ്യുക. റെക്റ്റാങ്കിൾ ഫേസ് ഷേപ്പ് ഉള്ളവർക്ക് ഫേസിന് നല്ല നീളം കാണും. അതുപോലെ അവരുടെ ജോ ലൈനും ഫോർഹെഡ് ഏരിയയും ഓൾമോസ്റ്റ് സിമിലർ വിഡ്ത്ത് ആയിരിക്കും ഉള്ളത്. റെക്റ്റാങ്കിൾ ഫേസ് ഷേപ്പ് ഉള്ളവർക്ക് മുഖത്തിന് നല്ല നീളം ഉള്ളതുകൊണ്ട് തന്നെ അധികം ലോങ് ആയിട്ടുള്ള ഇയറിങ്സ് യൂസ് ചെയ്യാതിരിക്കുക. കുറച്ച് നല്ല റൗണ്ട് ആയിട്ടുള്ള ഇയറിങ്സ് ചൂസ് ചെയ്യുക. അതുപോലെ ഹൂപ്പ് ഇയറിങ്സും ഇവർക്ക് നല്ല രീതിയിൽ മാച്ച് ആവും.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ, ബൈ, ടേക്ക് കെയർ.